നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബേരി വിൽമോറും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തിരികെ വരാനാകാത്ത വിധം കുടുങ്ങിക്കിടക്കുകയാണെന്നും അവരുടെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെയുള്ള വാർത്തകൾ ഇതിനോടകം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒപ്പം ശാസ്ത്രമേഖല ഇത്രത്തോളം വളർന്നിട്ടും സ്പേസിൽ പോയ 2 ബഹിരാകാശ സഞ്ചാരികളെ തിരികെ കൊണ്ടുവരാനുള്ള ടെക്നോളജി മാത്രം വികസിപ്പിച്ചിട്ടില്ല എന്നുള്ള വിമർശനങ്ങളും പലരും ഉയർത്തുകയുണ്ടായി. എത്രത്തോളമാണ് ഈ വാർത്തകളുടെയും ആരോപണങ്ങളുടെയൊക്കെ സത്യാവസ്ഥ എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഒപ്പം ബഹിരാകാശ യാത്രയിൽ യാത്രികർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സഹവഴിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 5 സുനിത വില്യംസും ബേരി വിൽമോറും കൂടി ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ എന്ന് പറയുന്ന ഒരു പേടകത്തിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്രയാകുന്നത്. 10 ദിവസത്തേക്കുള്ള ഒരു മിഷനായിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഈ പേടകത്തിൻ്റെ ചില സുപ്രധാനമായ മാൽഫങ്ഷൻസ് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഈ ടെസ്റ്റ് ഫ്ലൈറ്റ് അവർ കോൺഫിഡൻസോടുകൂടി നടത്തുകയുണ്ടായി. എന്നാൽ അവിടെ എത്തിയ ശേഷമാണ് ഈ പേടകത്തിൻ്റെ കൂടുതൽ പ്രശ്നങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഹീലിയം ലീക്കേജും ത്രസ്റ്ററുകളിലുള്ള കംപ്ലൈൻറ്റും എല്ലാം അവിടെ ചെന്ന ശേഷം അവർക്ക് മനസ്സിലാകുകയും റിട്ടേൺ ഫ്ലൈറ്റ് അവർ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം വരെ ഏകദേശം 160ഓളം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ ഒരു ഇടവേളയിലാണ് ലോകമാധ്യമങ്ങൾ ഈ ഒരു സംഭവത്തെ വളരെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് രംഗത്ത് വരുന്നത്. മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്ന ഇത്തരം വാർത്തകളെ തങ്ങളുടെ ലാഭത്തിനു വേണ്ടി വളച്ചൊടിച്ചുകൊണ്ട് മറ്റ് ശാസ്ത്രവിരുദ്ധരായിട്ടുള്ള ആളുകൾ ചില പ്രചാരണങ്ങൾ നടത്തുന്നു. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്ന ഒരു ബഹിരാകാശ യാത്രികന് ഭക്ഷണം കിട്ടാതെയും അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള ആരോഗ്യനില കൈവരിക്കാനാകാതെയും ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ അപകടത്തിലാകാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബഹിരാകാശ യാത്രികൻ നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രാഥമികമായ ചില വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം, സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ ഉള്ളിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സീറോ ഗ്രാവിറ്റിയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കപ്പെടണം. അതിനെല്ലാമുള്ള ട്രെയിനിങ് അവർക്ക് ഭൂമിയിൽ വെച്ച് തന്നെ നൽകിയിട്ടായിരിക്കും ഏതൊരു ബഹിരാകാശ യാത്രികനും യാത്രയാകുന്നത്. മറ്റൊന്ന് വളരെ ഹാനികരമായ റേഡിയേഷനുകളാണ്. പക്ഷേ ഈ പറഞ്ഞ പേടകവും അഥവാ ഇവർ പേടകത്തിന് പുറത്തിറങ്ങുകയാണെങ്കിൽ അവരുടെ സ്പേസ് സ്യൂട്ടും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ശക്തമായ കോസ്മിക് റേഡിയേഷനുകളെ തരണം ചെയ്യാൻ കഴിവുള്ള വസ്തുക്കളാണ്. അപ്പോൾ ആ തരത്തിലുള്ള വെല്ലുവിളികളും അവർക്കില്ല. പ്രശ്നമുണ്ടാകുന്നത് ഒരുപാട് നാളത്തേക്ക് ഇതേ സീറോ ഗ്രാവിറ്റിയിൽ നിലനിൽക്കുമ്പോഴാണ്. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും നമ്മുടെ ശരീരത്തിൽ പ്രകടമായ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബഹിരാകാശ യാത്രികർ അയച്ചിട്ടുള്ള ഒരു വീഡിയോ തെളിവായിട്ട് വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ വാർത്തകൾ കൂടുതലും ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ബഹിരാകാശ യാത്രികരുടെ സാധാരണ മുഖം അല്ലെങ്കിൽ സാധാരണ ശരീരത്തേക്കാൾ വളരെയധികം മെലിഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ബഹിരാകാശത്തുനിന്ന് അവരയച്ച വീഡിയോയിൽ അവരെ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ആശങ്ക എന്ന് പറയുന്നത്. ശരിക്കും ഇതിനെ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സുനിത വില്യംസ് തന്നെ ഒരു വീഡിയോ നാസയ്ക്ക് അയച്ചു കൊടുക്കുകയും നാസ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിൽക്കുന്ന ഒരാളുടെ ശരീരത്തിലെ മൊത്തം ദ്രാവക അംശങ്ങളും നമ്മുടെ ശരീരത്തിന് താഴേക്കാണ് എപ്പോഴും ഒഴുകി പോകാൻ സാധ്യത. തലയുടെ ഭാഗത്ത് അല്ലെങ്കിൽ മുഖത്തിൻ്റെ ആ ഏരിയയിലൊക്കെ പൊതുവെ ഫ്ലൂയിഡ് കണ്ടൻറ്റ് വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ്. അതേസമയം സീറോ ഗ്രാവിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ തരത്തിലുള്ള ഗ്രാവിറ്റി തന്നെയാണ് അനുഭവപ്പെടുന്നത്. ശരിക്കും സീറോ ഗ്രാവിറ്റിയാണ്. അപ്പോൾ നിയർ സീറോ ഗ്രാവിറ്റിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു തരത്തിലുള്ള ബലവും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഫ്ലൂയിഡുകൾ, ശരീരത്തിലുള്ള ഫ്ലൂയിഡുകൾ, ബ്ലഡ് ഉൾപ്പെടെയുള്ള ഫ്ലൂയിഡുകളെല്ലാം ശരീരം മുഴുവൻ സ്പ്രെഡാകുകയും മുഖം സാധാരണ മുഖത്തിനേക്കാൾ അല്പം വീർത്തിരിക്കുകയും മറ്റ് കാല് പോലുള്ള ശരീരഭാഗങ്ങൾ മെലിഞ്ഞ് കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതൊരു ബഹിരാകാശ യാത്രികനിലും കാണാൻ കഴിയുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ പറഞ്ഞ കാര്യം. ഇത് സുനിത വില്യംസ് തന്നെ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കിക്കൊണ്ട് നാസയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. ശരിക്കും ബഹിരാകാശ യാത്രകളിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ടൈം പീരീഡ് തന്നെയാണ് 160 ദിവസം എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും ദിവസം അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഭക്ഷണത്തിൻ്റെ കാര്യം എങ്ങനെയാണ്, ശരീരത്തിലേക്കുള്ള പോഷകങ്ങൾ എങ്ങനെ എത്തിച്ചേരുന്നു, അതിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ അവൈലബിൾ ആണോ എന്നുള്ള സംശയങ്ങളും പലർക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ കിട്ടുന്ന അത്രയും വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണങ്ങളൊന്നും നമുക്ക് സ്പേസ് ക്രാഫ്റ്റിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്പേസ് ക്രാഫ്റ്റിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ എല്ലാതരം ഭക്ഷണ സാധനങ്ങളുടെയും ഒരു ആൾട്ടേർഡ് വെർഷൻ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത രീതിയിലുള്ള ഫുഡുകളാണ് നമ്മൾ പൊതുവെ
സ്പേസ് ക്രാഫ്റ്റിലേക്ക് കൊടുക്കുന്നത്. സ്പേസ് സ്റ്റേഷനിലുള്ള ഭക്ഷണത്തിൻ്റെ അളവ് ഒരിക്കലും അങ്ങനെ തീർന്നു പോകുന്ന അവസ്ഥയിലല്ല. കാരണം മതിയായ രീതിയിൽ ഭക്ഷിക്കാനുള്ള എല്ലാതരം ഭക്ഷണങ്ങളും, പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ, പല രീതിയിലുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തുകൊണ്ടായാലും തണുപ്പിച്ചാണെങ്കിലും കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് സ്പേസ് ക്രാഫ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഒരു ബഹിരാകാശ യാത്രികൻ സ്പേസ് ക്രാഫ്റ്റിൽ ISS അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഒരിക്കലും പട്ടിണി കിടന്ന് മരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല. മതിയായ ഭക്ഷണത്തിൻ്റെ ഒരു സ്റ്റോക്ക് അവിടെ ഉറപ്പായിട്ടുമുണ്ട്. ഈ സുനിത വില്യംസ് അയച്ചു തന്നിരിക്കുന്ന വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ ഇവിടെ നിന്ന് എങ്ങനെയാണോ യാത്രയായത്, ഭൂമിയിൽ നിന്ന് എങ്ങനെയാണോ യാത്രയായത് അതേ വെയിറ്റ് തന്നെയാണ് ഇപ്പോഴും അവർക്ക് ISSൽ ഇപ്പോഴുള്ളത്. അപ്പോൾ വെയിറ്റിൻ്റെ കാര്യത്തിൽ കുറവൊന്നും വരുന്നില്ല. കുറവ് വലുതായിട്ട് ഉണ്ടാകാനായിട്ട് ഈ പറഞ്ഞ റെഗുലേഷൻസ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ഇൻടേക്കാണ് എല്ലാ ബഹിരാകാശ യാത്രികളിലും സപ്ലൈ ചെയ്യാറുള്ളത്. ഇനി ശരീരത്തിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യായാമം എന്ന് പറയുന്നത്. എല്ലാ ബഹിരാകാശ യാത്രികരും ദിവസവും 2 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് അവർ എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഭൂമിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴുള്ള ഈ ഗ്രാവിറ്റിയുടെ, ഗുരുത്വാകർഷണത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ മസിൽസ് വീക്കാവാൻ തുടങ്ങും. അപ്പോൾ ആ മസിൽസ് വീക്കാകാൻ അനുവദിക്കാതെ നമ്മുടെ മസിൽസിനെയും ബോൺസിനെയും സ്ട്രെങ്തൻ ചെയ്യാനുള്ള വ്യായാമങ്ങൾ സ്പേസ് ക്രാഫ്റ്റിൽ നിർബന്ധമാണ്. അത് അവർ ചെയ്യുന്നുമുണ്ട്. ഭൂമിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള വ്യായാമത്തിനുള്ള എക്യുപ്മെൻറ്റ്സ് പലതും സ്പേസ് ക്രാഫ്റ്റിലും അവൈലബിൾ ആണ്. ട്രെഡ്മില്ല്, സ്പേസ് ക്രാഫ്റ്റിനുള്ളിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചില എക്സസൈസിങ് എക്യുപ്മെൻറ്റ്സും നമുക്ക് സ്പേസ് ക്രാഫ്റ്റിൽ കാണാൻ സാധിക്കും. ഇനി മെഡിസിൻസിൻ്റെ കാര്യം എടുക്കുക, മെഡിസിൻ ഇൻടേക്ക്. എല്ലാ ബഹിരാകാശ യാത്രികർക്കും അടിസ്ഥാനപരമായിട്ടുള്ള മെഡിസിനൽ നോളജ് കൊടുത്തിട്ടായിരിക്കും ഇവരെ ഒരു സ്പേസ് ഫ്ലൈറ്റിന് വേണ്ടി സജ്ജരാക്കുന്നത്. അപ്പം അവർക്ക് തന്നെ സ്വയമായിട്ട് പല ചികിത്സകളും നടത്താനുള്ള അറിവുണ്ട്. ഇനി കുറച്ചുകൂടെ വിപുലമായ ഒരുപാട് മെമ്പേഴ്സൊക്കെയുള്ള യാത്രയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിനൽ എക്സ്പേർട്ടിനെ കൂടി ഈ ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇനി കുളിക്കുന്ന കാര്യം, നമ്മുടെ ഭൂമിയിൽ കുളിക്കുന്ന പോലെ എന്തായാലും സ്പേസിൽ കുളിക്കാൻ പറ്റില്ല. എല്ലാം ഗ്രാവിറ്റിയുടെ ഒരു സ്വാധീനമാണ് നമുക്ക് പ്രകടമായിട്ട്. ആ ഗ്രാവിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ ഷവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം തലയിൽ കൂടെ വീഴാറുണ്ട്. പക്ഷേ സ്പേസ് ക്രാഫ്റ്റിൽ നമ്മൾ ഷവർ ഓൺ ചെയ്താലും വെള്ളം തലയിലായിരിക്കില്ല വീഴുന്നത്. അത് ഇങ്ങനെ പറന്ന് നടക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. സീറോ ഗ്രാവിറ്റിയാണ്. അപ്പം അവിടുത്തെ കുളി എന്ന് പറയുന്നത് അല്പം ഡിഫറൻ്റ് ആണ്. കുളി അല്ലെങ്കിൽ വൃത്തിയാകുന്നത്, പ്രധാനമായും വൃത്തിയാകുക എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലാണ് അവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് വെറ്റ് വൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരം തുടയ്ക്കുകയും, അല്ലെങ്കിൽ സോപ്പ് പോലത്തെ ചില മെറ്റീരിയൽസ് ഉപയോഗിച്ച് ശരീരം തുടയ്ക്കുകയും, അതുപോലെ തല കഴുകാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഷാംപൂസ്, വെള്ളം ആവശ്യമില്ലാത്ത ഷാംപൂസാണ് കൂടുതലും അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം സയൻറ്റിഫിക്കുള്ള സൊല്യൂഷൻസ് തന്നെയാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ടോയ്ലറ്റുകൾ, സ്പേസ് ക്രാഫ്റ്റിൽ അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനിലുള്ള ടോയ്ലറ്റുകൾ ഇത്തരത്തിലുള്ളതാണ്. ഉറപ്പായിട്ടും ഭൂമിയുടെ അത്ര രീതിയിലുള്ള വിപുലമായൊരു ടോയ്ലറ്റ് സംവിധാനം നമുക്ക് സ്പേസിൽ സാധിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ വാക്യൂം പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യപ്പെടുന്ന ഒരു ടോയ്ലറ്റ് സംവിധാനമാണ് നമുക്ക് സ്പേസ് ക്രാഫ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. ഉറക്കം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കട്ടിലിൽ കിടന്നുറങ്ങുന്നത് പോലെ സ്പേസ് ക്രാഫ്റ്റിൽ ഒരിക്കലും കിടന്നുറങ്ങാനായിട്ട് സാധിക്കില്ല. സീറോ ഗ്രാവിറ്റി കാരണം നമ്മൾ പതിയെ ചെറിയ ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ കാരണം കൊണ്ട് നമ്മൾ ഉയർന്ന് വേറെ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് വീണ്ടും ഉണരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വസ്ഥമായ ഉറക്കം ലഭിക്കാനായിട്ട് സ്ലീപ്പ് ബാഗുകൾ അല്ലെങ്കിൽ സ്ലീപ്പ് കണ്ടെയ്നറുകൾ ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടതുണ്ടോ, എപ്പോഴും സ്ട്രെസ്സിലാണോ, മാനസികമായി സ്ട്രെസ്സിലാണോ, അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടാറുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകൾ പലർക്കുമുണ്ട്. ഭൂമിയിലുള്ളതുപോലെ തന്നെ നമ്മൾ ചെയ്യാറുള്ള ഹോബീസ് പലതും നമുക്ക് സ്പേസിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് റീഡിങ്, അല്ലെങ്കിൽ സിനിമ കാണുക, പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമുക്ക് സ്പേസ് ക്രാഫ്റ്റിനുള്ളിലും കിട്ടാറുണ്ട്. ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. അതുവഴി അവർക്ക് അവരുടെ ഫാമിലീസിനെ കോൺടാക്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുമുണ്ട്. പിന്നെ ഇത്രയധികം ദിവസം ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ കഴിയേണ്ടുന്ന ഏതൊരു വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം മാനസികമായ രീതിയിലുള്ള ഒരു ഒറ്റപ്പെടൽ അത് വളരെയധികം ഭീകരമാണ്. അത് തീർച്ചയായിട്ടും അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരെ ഒരു ബഹിരാകാശ യാത്രികനായി തയ്യാറെടുപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള, മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകളും തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു ലോങ് ആയിട്ടുള്ള സ്പേസ് ഫ്ലൈറ്റിൽ നേരിടേണ്ടി വരുന്ന മാനസികമായ ചാലഞ്ചസ്, അല്ലെങ്കിൽ വളരെയധികം നീണ്ട ഒറ്റപ്പെടലിനെ എങ്ങനെ അതിജീവിക്കാമെന്നും, അത്തരത്തിൽ ആ സമയത്ത് മനസ്സിലുണ്ടായി വരുന്ന ചില മോശം ചിന്തകളെ എങ്ങനെ തരണം ചെയ്യാം എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് ഒരു ബഹിരാകാശ യാത്രികനെ അവർ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ അപ്രതീക്ഷിതമായുള്ള ചില അപകടങ്ങൾ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ശരിക്കും ഈ സ്പേസ് ക്രാഫ്റ്റിലുള്ള വളരെയധികം
സമയത്തേക്കുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ചില ആളുകൾ പെരുപ്പിച്ച് കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ ആശങ്ക പടർത്താനായിട്ട് പടച്ചുവിടുന്നത് പോലെയുള്ള സംഗതികളൊന്നും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആ ബഹിരാകാശ യാത്രികരുടെ അവസ്ഥ വളരെ സേഫാണ്. ഏകദേശം 2025 ഫെബ്രുവരിയിൽ സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന പുതിയൊരു മിഷനിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനിലാണ് നാസ എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അതുവരെയുള്ള ഒരു പീരീഡിൽ തീർച്ചയായിട്ടും അവർക്ക് സ്പേസിൽ സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ആ ഒരു ആശങ്ക മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്പേസ് സ്റ്റേഷനിൽ ചിലവഴിക്കുന്ന ഒരു യാത്രികന് ഇത്രത്തോളം ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.